ഇന്ന് നമ്മൾ എൻ്റെ ഫേസ് ഞാൻ കാണിക്കാവേ. ഫേസ് കണ്ടില്ലേ, അടുത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത്രയും ഭാഗം എനിക്ക് മെലാസ്മോ എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് എൻ്റെ ഫേസിന്. രോഗം എന്ന് പറയാൻ പറ്റില്ല ഇതിന്. ഇതൊരു രോഗമല്ല. അതായത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒരു മാർക്കാണ് ഈ മെലാസ്മ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നാൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇതുവരെ മാറിയിട്ടില്ല. കുറയും, പക്ഷെ മാറില്ല. പീല് വരെ ചെയ്തിട്ടുണ്ട്. പീല് ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ താഴത്തെ തട്ടിലേക്ക് ഇറങ്ങും. നമ്മൾ ഓയിലൊക്കെ തൂത്താലും ക്രീമൊക്കെ പുരട്ടിയാലും നമുക്ക് ഈ സ്കിന്നിൻ്റെ പുറത്തെ ലെയറിൽ മാത്രമേ പുരട്ടാൻ പറ്റുള്ളൂ. ഉള്ളിലത്തെ ലെയറിലേക്ക് അത് ഇറങ്ങി ചെല്ലില്ല ഒരു കാരണവശാലും. പിന്നെ നമ്മൾ പീൽ ചെയ്ത് ഇതിങ്ങനെ സ്കിന്ന് പീൽ ചെയ്ത് കളയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതും ചെയ്താലും എത്രത്തോളം വിജയിക്കുന്നു എന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ മുഖത്ത് ഒരു മാർക്ക് ഉണ്ടെന്നുള്ളതല്ലാണ്ട് വേറെ അസ്വസ്ഥതകളോ അസുഖങ്ങളോ ചൊറിച്ചിലോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും നമുക്കില്ല. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ ഫേസിൽ ആകെ ഒരു 2 ഡോട്ട് മാത്രം ഉള്ളപ്പോൾ തുടങ്ങിയുള്ള ട്രീറ്റ്മെൻറ്റാണെന്ന് ഓർക്കണം ഞാൻ. എൻ്റെ ഫേസിലൊരു മാർക്ക് പോലും ഉണ്ടായിരുന്നില്ല. നല്ല ഫെയർ ആയിട്ടായിരുന്നു. അത്യാവശ്യം ഒരു ഫെയർ ആയിട്ടായിരുന്നു എന്നെ ദൈവം സൃഷ്ടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഈ മെനോപോസിൻ്റെ സമയമാകുമ്പോഴത്തേക്കാണ് ഈ മാർക്കുകളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. ചിലർക്ക് പാരമ്പര്യമായിട്ടുണ്ടാവാം, ചിലർക്ക് അല്ലാണ്ടും ഉണ്ടാവും, ചിലർക്ക് ചെറിയൊരു സ്പോട്ട് വന്നിട്ട് അതിൽ തന്നെ നിൽക്കും, ചിലർക്ക് അതങ്ങോട്ട് സ്പ്രെഡാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഫേസിൽ മുഖം മനസ്സിൻ്റെ കണ്ണാടി. ആ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്സ് കംപ്ലീറ്റ് നമ്മൾ ഫേസിലേക്ക് വരും ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരാളെ നോക്കിയാൽ തന്നെ മനസ്സിലാവും അയാൾക്ക് എന്തുമാത്രം സ്ട്രെസ്സ് ഉണ്ടെന്നുള്ളത്. സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഭൂമിയിലുണ്ടാവില്ലല്ലോ, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഇത് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ചില പുരുഷന്മാർക്ക് നമ്മുടെ ആക്ടർ ഇന്ദ്രൻ സേട്ടൻ്റെ ഫേസിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത്രയല്ലേ പറ്റിയിട്ടുള്ളൂ നമ്മുടെ ഫേസിൽ. അതിനുള്ള ഒരു റെമഡി എന്ന് പറയുന്നത്, ആകെയുള്ളൊരു റെമഡി സൺസ്ക്രീൻ പറ്റുക എന്നുള്ളത് മാത്രമാണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം സൺസ്ക്രീൻ പറ്റുക അത്രയും നല്ലത്. സൺബാനാണ് എൻ്റെ സ്കിന്നിന് ഇത്തിരി കൂടി കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് പുരട്ടുക. പുറത്ത് പോയാലും പോയില്ലെങ്കിൽ അത് പുരട്ടുക. അത് മാത്രമേ ഉള്ളൂ. അത് പുരട്ടിക്കഴിയുമ്പോൾ കുറച്ചൊന്നൊരു ഡല്ലായിട്ട് തോന്നും. പിന്നെ ഞാനപ്പോൾ ഇങ്ങനെ ചെന്നൈയിൽ പോയ സമയത്ത് മാങ്ങ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുഖം കംപ്ലീറ്റ് പൊള്ളിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അവരെ കണ്ടപ്പോൾ. പക്ഷെ അവർ നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു. അപ്പം നമ്മൾ വെറുതെ എന്തിനാണ് നമ്മുടെ മുഖത്തൊരു മാർക്ക് വന്നു, അതും ഇത്രയും ഏജ് ആയപ്പോഴാണല്ലോ വന്നത്, അന്ന് ഓർത്തിട്ട് നമ്മൾ വിഷമിക്കുന്നത്. അപ്പം അത്രയും നമുക്ക് ഭഗവാൻ തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കൊണ്ടിട്ട് നമ്മൾ മേലിലോട്ട് ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ വിഷമം, താഴേക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങൾക്ക് മാറും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഉള്ളത് കൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെസ്സേജ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ പുറകെ പോയി പണം കളയാതിരിക്കുക. അത് ഫെയർനെസ്സിന് വേണ്ടിയിട്ട് പോയി പണം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ, സീ യു.